ഹലോ, മൈ നെയിം ഈസ് ദേവൻ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഈസിയായി ഒരു തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നതാണ്. ലെറ്റ്സ് ഗോ ടു മൈ വീഡിയോ. സോ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഐപാഡിലാണ്. ആക്ച്വലി ഇത് ശരിക്കും ലാപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഫോണിൽ നിന്നോ IRCTCയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് വെച്ചാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അതാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും ഫാസ്റ്റസ്റ്റുമായിട്ടുള്ള മെത്തേഡ്. സോ നമ്മളൊരു 7:57, 7:58 ആകുമ്പോൾ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. irctc.co.in നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ക്രെഡൻഷ്യൽസ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ അത്ര എളുപ്പമായിരിക്കും. നമ്മൾ ഒന്നിൽ ക്രോമിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിലും കുഴപ്പമില്ല, ആ സമയത്ത് അടിച്ചാലും മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഒക്കെ അടിച്ചു, പിന്നെ നമ്മൾ ക്യാപ്ചയൊക്കെ അടിച്ചു, നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുന്നത് 10:58 നിങ്ങൾക്ക് അതിന് മുന്നേ ചെയ്യാം. 10:57 നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ അടിച്ച് ലോഗിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് 10:58 സോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രെയിൻ സെർച്ച് ആണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും ഫ്രമും വേറും നമ്മൾ കൊടുക്കുക. സോ ഫ്രം, ഞാനിവിടെ ട്രാവൽ ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോടേക്കാണ്. സോ ഫ്രം TVC ടു CLT അതിട്ടു. നമ്മൾ എന്നിട്ട് എന്നാണ് ട്രാവൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ 14-ാം തീയതിയാണ് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ഡേ, അതായത് തത്കാൽ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക. സോ നെക്സ്റ്റ് ഡേ തന്നെ കൊടുക്കുക, മാറി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ജനറൽ മാറ്റി തത്കാൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ട്രെയിൻ സെർച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ട്രെയിൻ സെർച്ച് ഓൾമോസ്റ്റ് ഒരു 10:58, 59 ആ ഒരു സമയത്ത് നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ട്രെയിൻ, ഏത് ട്രെയിനിലാണോ നമുക്ക് സഞ്ചരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ട്രെയിൻ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക. ട്രെയിനിൻ്റെ നമ്പരും സമയവും എല്ലാം ഉറപ്പുവരുത്തുക. തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ശരിയാക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സ്ലീപ്പറിലാണ് ട്രാവൽ ചെയ്യുന്നത് വയ്ക്കുക. 10:59 ആകുമ്പം AC നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ AC ക്ലിക്ക് ചെയ്ത് വെച്ചു. നമുക്കിപ്പോൾ കാണാം വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുണ്ട് AC. ഇനി നമ്മൾ 11 മണിയാകും വരെ വെയിറ്റ് ചെയ്യുക. 11 മണി, കൃത്യം 11 മണി നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഐപാഡിലാണെങ്കിൽ ഐപാഡിലോ അല്ലെങ്കിൽ ലാപ്പിലാണെങ്കിൽ ലാപ്പിലോ കറക്റ്റ് 11 മണിയാവുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് സെക്കൻഡ് സിറ്റിംഗ് ആണ്. സോ ഞാൻ സെക്കൻഡ് സിറ്റിംഗ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം അവൈലബിൾ ആയിട്ടുള്ള എത്ര ടിക്കറ്റ്സ് അവൈലബിൾ ആണെന്ന്. ഓക്കെ, ഇനി നമ്മൾ ആ അവൈലബിൾ ഇത്ര ടിക്കറ്റ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് നൗ കൊടുക്കുക. ബുക്ക് നൗ കൊടുക്കുമ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പേരാണ്. പേരും ഏജും ജെൻഡറും മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു തത്കാൽ ബുക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മളിവിടെ തൊട്ട് താഴെ കാണുന്ന അതർ പ്രിഫറൻസിൻ്റെ അണ്ടറിൽ വരുന്ന 2 ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷനും അതുപോലെ തന്നെ ബുക്ക് ഓർ ലീവ് കൺഫേം ബർത്ത് ആർ അലോട്ടഡും. ഈ ബുക്ക് ഓർ ലീവ് കൺഫേം ബർത്ത് ആർ അലോട്ടഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, പലർക്കും പറ്റുന്ന അബദ്ധമാണ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ തത്കാൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ തത്കാൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ടിക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. തത്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആവാൻ വളരെ ചുരുക്കം ചാൻസ് മാത്രമേ ഉള്ളൂ. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് പൈസ പോകും. അതുകൊണ്ട് തന്നെ ബുക്ക് ഓർ ലീവ് കൺഫേം ബർത്ത് അലോട്ടഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തത്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരികയില്ല. ടിക്കറ്റ് ഇല്ലെന്ന് പറയുകയും ബർത്ത് അലോട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണോ എന്ന് ചോദിക്കുകയും ചെയ്യും. ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൈസയും പോവാണ്ട് തന്നെ തിരിച്ച് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ തത്കാൽ ബുക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ബുക്ക് ഓർ ലീവ് കൺഫേം ബർത്ത് അലോട്ടഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോകാം. താഴേക്കുള്ള ഓപ്ഷനാണ് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ്. ട്രാവൽ ഇൻഷുറൻസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം യെസ്സോ നോയോ കൊടുക്കാം. തത്കാലം കിട്ടാനുള്ള ചാൻസ് കൂട്ടുന്ന സംഭവമാണ് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ്. നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് തത്കാൽ കിട്ടുന്ന ചാൻസ് കൂടാനോ കുറയാനോ സാധിക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ പേ ത്രൂ BHIM ഓർ UPI ആണ്. മേളിലുള്ള മെത്തേഡ് ഒരുപാട് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡായ പേ ത്രൂ BHIM ഓർ UPI ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ഞെക്കുക. 1-2 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരിക്കലും തത്കാൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്ര സമയം നമുക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ അടിക്കാൻ പാടില്ല. അതാണ് ഗോൾഡൻ റൂൾ ഓഫ് തത്കാൽ. ഒരിക്കലും നമ്മൾ എത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും, മേ ബി 10 സെക്കൻഡോ 20 സെക്കൻഡോ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ബാക്ക് അടിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു വരവ് ഉണ്ടായിരിക്കുന്നതല്ല. ഇത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. നമ്മൾ അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത പേജിൽ നമുക്ക് ക്യാപ്ച അടിച്ചു കൊടുക്കാനുണ്ട്. ക്യാപ്ച കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കണ്ടിന്യൂ ഞെക്കുക. അവിടെയും ഒരു 10 സെക്കൻഡ് വെയിറ്റിംഗ് കാണും, വെയിറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മളെ അടുത്ത പേജിലേക്ക് കൊണ്ടുപോകും. അടുത്ത പേജിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 ഓപ്ഷൻസ് കാണാം. IRCTC iPay, മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് മെത്തേഡ്, BIM, UPI ഓർ USSD. ഇതിനകത്ത് ഏറ്റവും എളുപ്പവും ഏറ്റവും ഫാസ്റ്റസ്റ്റുമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് സർവീസ് ആണ്. നമ്മളപ്പോൾ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് സർവീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 ഓപ്ഷൻസ് വരും. ഒന്ന് ഫോൺ പേ, പിന്നെ റേസർ പേ, PayU ആൻഡ് Paytm. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോൺ പേ ആണ്. എല്ലാ പ്രാവശ്യവും ഞാൻ എടുക്കുന്നതും ഫോൺ പേ വഴി തന്നെയാണ്. ഫോൺ പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ഫോൺ പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പേ ആൻഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ജേർണി സമ്മറി നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത കറക്റ്റ് ആണോ, പേയ്മെൻറ്റ് ചെയ്യണോ, അതോ നമുക്ക് തെറ്റിപ്പോയെങ്കിൽ നമുക്ക് തിരിച്ച് പിന്മാറണോ എന്ന് നമുക്ക് അവിടെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ജേർണി സമ്മറിയിലേക്കൊന്ന് കണ്ണോടിക്കുക. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നമ്മൾ പേ ആൻഡ് ബുക്ക് ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു 5 സെക്കൻഡ്. അപ്പോഴേക്ക് നമ്മുടെ QR കോഡ് തെളിഞ്ഞു വരും. ഈ QR കോഡ് നമ്മുടെ ഫോൺ വെച്ച് സ്കാൻ ചെയ്യുക. ഈ പേയ്മെൻറ്റ് നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഓൾറെഡി നമ്മുടെ ഫോൺ പേയോ ഗൂഗിൾ പേയോ Paytmോ നിങ്ങൾ യൂഷ്വലി സ്കാൻ ചെയ്ത് പേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെക്കുക, സ്കാനർ ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് IRCTCയുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോവുകയും ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു തത്കാൽ ബുക്കിംഗ് നമുക്ക് നടത്താൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ സമയത്തിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു തരാം. 10:57 നമ്മൾ ലോഗിൻ ചെയ്ത് വെക്കുക. ഒരു 10:58 ആകുമ്പോൾ നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആണെന്നൊരു വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്യുക. ട്രെയിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ സെലക്ട് ചെയ്യുക. ഏത് ട്രെയിനാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രെയിൻ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പറിലാണ് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ വെറുതെ നമ്മളൊരു 10:59 ആകുമ്പം AC വെറുതെ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് കറക്റ്റ് ഫോണിൽ 11 മണിയാവുമ്പോൾ നമ്മൾ സ്ലീപ്പറിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ടിക്കറ്റ് കിട്ടും. എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്